വീണ്ടും ഒരു ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലം എത്തുകയാണ്. വർഷത്തിലൊരിക്കൽ നമ്മൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന പൊന്നോണത്തിന്റെ സമൃദ്ധിയുടെയും ഗൃഹാതുരതയുടെയും ഓർമ്മയിലുമൊക്കെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി നിൽക്കെ മലയാളിയുടെ ഓണാഘോഷങ്ങളുടെ പൊലിമ കവർന്നെടുക്കാൻ കനത്ത മഴയെത്തുമെന്ന് റിപ്പോർട്ട്. ഉത്രാട ദിനമായ ഇന്നും തിരുവോണ നാളായ നാളെയും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നതോടെ ആഘോഷ ലഹരിയിലായിരുന്ന പൊതുജനങ്ങളും ഓണവിപണിയെ മാത്രം വിശ്വസിച്ചിറങ്ങിയ തെരുവ് കച്ചവടക്കാരടക്കമുള്ള കച്ചവടക്കാരും വലിയ ആശങ്കയിലായിരിക്കുകയാണ്. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുകളിൽ അമരേണ്ട പ്രധാന നഗരങ്ങളിലും അങ്ങാടികളിലും മഴ വില്ലനായി മാറിയാൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും ജനങ്ങളുടെ യാത്രാ ദുരിതത്തിനുമൊക്കെ ഇടയാക്കുമെന്ന ആശങ്കയുണ്ട്. എന്തായാലും നിലവിൽ സമാധാന അന്തരീക്ഷമാണ്, മഴ പെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് കേരളം അഭിമുഖീകരിച്ച വെള്ളക്കെട്ട് പോലെയുള്ള, വെള്ളപ്പൊക്കം പോലെയുള്ള ദ്രുതഗതിയിലുള്ള പ്രളയം പോലുള്ള അവസ്ഥകളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ മലയോര മേഖലകളിലൊക്കെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട പുതിയ ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് ഓണവാരത്തിൽ സംസ്ഥാനത്തുടനീളം മഴ ശക്തമാകുന്നത്. ഉത്രാട ദിനമായ ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് തുടങ്ങി 9 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവോണ ദിനത്തിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 4 പ്രധാന ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങളിലും യെല്ലോ അലർട്ട് നിലവിലുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ലഭിക്കാവുന്ന ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഓണസദ്യ ഒരുക്കുന്നതിനും ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതിനും ആസൂത്രണം ചെയ്തിരിക്കുന്ന സാധാരണക്കാരെയും കുടുംബങ്ങളെയും ഒക്കെ വലിയ പ്രതിസന്ധിയിലാവും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ആഗസ്റ്റ് 26 വരെ മത്സ്യബന്ധനത്തിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കും. അതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. വൻതുക നിക്ഷേപിച്ച് പൂക്കളും പച്ചക്കറികളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടിയ ചെറുകിട വ്യാപാരികൾക്കും മഴ കനത്താൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നേരിട്ട വിവിധ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു പ്രളയകാലത്തെ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞു, വറുതിയുടെ കാലമുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് ഓടാൻ ശ്രമിക്കുന്ന മലയാളികൾക്ക് ഓണം എപ്പോഴും വലിയ ആശ്വാസം നൽകാറുണ്ട്. ഓണ വിപണി ഉറങ്ങിക്കിടക്കുന്ന വിപണി ഓണമാകുമ്പോൾ ഉണരാറുണ്ട്. സാധാരണക്കാർ വലിയ ആഘോഷമാക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഘട്ടത്തിലാണ് ഓണം എത്തുന്നതെന്നൊരു ഓണക്കാലഘട്ടത്തിൽ മഴ എത്തുന്നത് എന്നത് വലിയ പ്രതിസന്ധിയാകും. എന്തായാലും പൂക്കളമൊരുക്കിയും സദ്യവട്ടങ്ങൾ തയ്യാറാക്കിയും ബന്ധുമിത്രാദികളോടൊപ്പം സമയം ചെലവഴിക്കേണ്ട ഈ പൊന്നോണ നാളുകളിൽ മഴ പെയ്യാം എന്ന അറിയിപ്പ് അത് മലയാളിയുടെ സന്തോഷത്തിന് മാറ്റു കുറയ്ക്കും. മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടും മണ്ണിടിച്ചിൽ ഭീഷണിയും ഉണ്ട്. എന്തായാലും നിലവിൽ യാതൊരു തരത്തിലുള്ള അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം.